നമ്മളെ ലീഗ് തന്നെ നാട്ടിനകത്തും ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ പാർട്ടി കുയിമണ്ണ മലപ്പുറം ജില്ലയില് പിന്നെ എല്ലാ സംഗതിയും നമ്മൾ ചെയ്താ. മലപ്പുറം ജില്ലയിലെ സർവ്വ സ്കൂളുകളും മലപ്പുറം ജില്ലയിലെ സർവ്വ സ്കൂളുകളും മദ്രസകളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങൾക്കൊക്കെ സ്ഥലം കൊടുത്തത് ലീഗിന്റെ നേതാക്കളാണ്. ഈ കേരളത്തിൽ ആർക്കും പറയാൻ പറ്റുമോ? എല്ലാ സ്ഥാപനം കുയിമണ്ണ പഞ്ചായത്തിൽ എത്ര സ്ഥാപനം നോക്ക്. കുയിമണ്ണ പഞ്ചായത്തിലെ പിന്നെ എത്താണ് കുയിമണ്ണ പഞ്ചായത്തിലെ പഞ്ചായത്ത് കിടക്കുന്ന ആരെ സ്ഥലത്താ? ലീഗാറെ സ്ഥലത്താ. പിന്നെ സ്കൂൾ കിടക്കുന്ന ആരെ സ്ഥലത്താ? കോടിക്കണക്കിന് ഉൾപ്പെട്ടുന്ന ആ സ്ഥലത്തിന് സ്കൂൾ കിടക്കുന്നത് അത് ലീഗാരെ അണ്ടാന്റെ ആപ്പുന്റെ സ്ഥലം. ഇവിടുത്തെ കൂജമ്പറമ്പിലെ സ്കൂൾ ആര് കൊടുത്താ? കുന്നകാട്ട അൽറ്റാജി റസാഖ് അതിന്റെ ആപ്പ് കൊടുത്താ. മുണ്ടമ്പറത്തെ സ്കൂൾ ആര് കൊടുത്താ? മൗലവി കൊടുത്താ. അമ്പലൊക്കെ ആരാ? ലീഗാരാ. കോഴിക്കോട് പിന്നെ ബാൽത്തോറൈസ് ഡിസ്പെൻസറി ഇതിന്റെ പഞ്ചായത്തിന്റെ ഇതാര് കൊടുത്താ? പിന്നെ പൈക്കാട്ട മൊയ്മുറ്റാജി കൊടുത്താ. ഇവരൊക്കെ ലീഗാരെ. ഇവിടെ ഇടത് വർഷത്തിന് ഒരു അംഗൻവാടിക്ക് ഒരു പിന്നെ സെന്റ് അംഗൻവാടിക്ക് ഒരു സെന്റ് കൊടുത്തത് അറിയാണ്ടോ? ഇതൊക്കെ വലിയതാ, രാഷ്ട്രീയല്ലത്. അതന്നെ വലുത്. അതിലും വലിയ സംഗതി എത്താ ഒരു പള്ളിക്കും മദർസിനും ഈ നാട്ടിലെ എല്ലാ നല്ല സംഗതിക്കും സ്ഥലം കൊടുത്താൽ അതാ നമ്മൾ ചെയ്യാത്ത എത്താന്നാ. അപ്പൊ നാളെ കൃഷ്ണനോട് ചോദിച്ചു എന്താ ഇവിടെ ഓൻ പറഞ്ഞു നിങ്ങളുടെ ലീഗാരെത്താ ഇവിടെ ചെയ്തു വെച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞു ഇജ്ജിപ്പാ പറയുന്ന മലയാളം തന്നെ ലീഗാർ ചെയ്താന്ന് പറഞ്ഞു. ഇജ്ജ് മുണ്ടാമ്പത്തെ സ്കൂളിൽ നിന്നല്ല പഠിച്ച കൃഷ്ണാവശ്യാണ്. ഒരു വസ്തു 5 മിനിറ്റിന് പോലെ ഒരു അക്ഷരമുണ്ട്. ഈ സംഗതി ഒക്കെയാണ് പറഞ്ഞു ഞാൻ. പിന്നെ അൽമൻജാഖാന്റെ എത്താ ഓണ്ട് എത്തോന്റെ പേര് അൽമൻജാഖാന്റെ മകൻ കാപ്പിണ്ട്. പിന്നെ ഇതുണ്ട് ബസീറൊക്കെ ഇങ്ങനെ ചാടി കളിച്ച് എത്താങ്കളോടെ ചെയ്തത്. ഓന്റെ കുട്ടിക്ക് എന്റെ കുട്ടിക്കൊരു ജലദോഷം പനി കുടിച്ചാൽ ലീഗാരെ ആശുപത്രിക്കാ പോകലെന്ന് പറഞ്ഞിട്ട് എത്തതിന് പത്തേം പറയണ്ടോന്. ആ ആശുപത്രിക്ക് സ്ഥലം കൊടുത്തത് ഇടിപ്പിച്ചതൊക്കെ ലീഗ. ഞാൻ പറഞ്ഞു സാധാരണ അതുമല്ല എനിക്ക് കിട്ടിയ അത്ര ഉപകാരപ്പെട്ടപ്പോ നമ്മളെ പോലത്തൊന്നും കിട്ടിയില്ലാണ്. ഇജ്ജി സാധാരണ ഒക്കെ പിന്നെ ധാറിട്ട റോഡിനാക്കാരന് ഇജ്ജി കോൺക്രീറ്റ് റോഡിന്റെ ബക്കിനാക്കുമാക്കാ കയറുന്ന എന്റെ മോട്ടോർ സൈക്കിളേക്ക് അത് ആര് തന്നാജി ചോദിച്ചു നോക്കാറുണ്ട്. അത് ആര് നജോ ചിന്തിച്ചിട്ടാ മോട്ടോർ സൈക്കിളേറ്റ് കൂടെ കയറ്റിട്ട് ലീഗിനെ എതിർക്കാറുണ്ട്. അത് മുന്നിലാവും. എല്ലാവർക്കും ശരിയല്ലേ? അങ്ങനെ ലീഗ് ചെയ്യാത്ത ഒരു സംഗതി ഇവിടെ ഇപ്പൊ ലീഗിന് ഇഞ്ഞിന്റെ കണക്കിന് ആവശ്യം ഒരു കോളും നമുക്ക് കുട്ടികൾക്ക് കളിച്ചാൻ ഒരു ഗ്രൗണ്ട് ഒരു കോളും കളിച്ചിട്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചിട്ട് കുളത്തേക്കാണ് ചാടുക. അല്ലാത്ത ഒരു സംഭവം ഇവിടെ ആവശ്യമില്ല. ഇവിടെ പൂളാന്തി ഇങ്ങോട്ട് നോക്കിയാൽ 4 ഭാഗത്തും റോഡ്, ഇതിങ്ങോട്ട് നോക്കിയാൽ മുമ്പ് ഒരു ചെത്തയ്യുള്ള ഇല്ലേ അരികോട് കൊണ്ടുവരുന്നതിന്റെ ഇടയിൽ ആവാജെ ഭാവേ ആ ഒരു ചെത്തയ്യോ ഇപ്പൊ നാനാ ഭാഗവും ചെത്തയ്യാണ്. എത്ര നമുക്ക് പോരാ ഈ സംഗതി ഉണ്ട്. ഒരു കോളം ഒരു കണ്ടു കുട്ടികളിപ്പോ പനങ്ങോട്ടിലെ അരുവില് ഒരു 25-50 കവുങ്ങളുടെ ഇടയിലാ കളിച്ചത്. കണ്ടത്തില് ഒരു കവുങ്ങ് വിട്ടിട്ട് മറ്റേ കവുങ്ങ് പിടിച്ചിട്ടാ കളിച്ചത്. ആ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചാൻ പാടില്ല. എല്ലാ നേരക്കും പുരോഗമിച്ച് നമ്മൾ എവിടെയെങ്കിലും രണ്ട് കണ്ടം പാടായിട്ട് വാങ്ങി കൊടുക്കണം. നിങ്ങൾ അതിന് എന്താ വേണ്ടേ ചെയ്യണം. അതിന് അഭിപ്രായം ഉണ്ടോ? അതൊക്കെ രാഷ്ട്രീയം. മസീദ് സാഹിബിനോട് പറഞ്ഞാൽ അല്ലാത്തൊരു പോരായിപ്പോ നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ ഇപ്പൊ ഈ ചൂട് നിയന്ത്രിക്കാൻ ഓലോട് പറ്റൂലല്ലോ, പാർട്ടിക്കാരോട് പറ്റൂല. ഇപ്പത്തെ വിഷയം അതാ. അത് നിയന്ത്രിക്കാൻ ഓലോട് പറ്റില്ല. കർഷകരോട് പറ്റില്ല.